എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ബോർഡൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ബോർഡല്ല, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് കാണാൻ സാറേ. പറ്റും. ഓക്കെ, അപ്പോ നമ്മുടെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അതായത്, ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് വേറെ കുഞ്ഞുപിള്ളേരുടെ പരിപാടികൾക്കൊന്നും നിങ്ങൾ പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന്റെ അകത്ത് നമുക്കൊരു ചാറ്റ് ബോക്സ് ഉണ്ട്. ആ ചാറ്റ് ബോക്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിന്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഞാൻ നിങ്ങളോട് നിർബന്ധം പറഞ്ഞിരുന്നു, നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്കും പേനയും വേണമെന്ന് പറഞ്ഞിരുന്നു. അത് മാത്രം നിങ്ങളുടെ കയ്യിൽ ഇരുന്നാൽ മതി. ഈ ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും എടുത്തിട്ട് അതിലിങ്ങനെ ചാരി വെക്കുക. ഫോൺ ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ നിന്നൊരു 2 അടി മാറ്റി വെക്കുക. അനാവശ്യമായിട്ട് മൈക്ക് ഓൺ ആക്കാതിരിക്കുക. അനാവശ്യമായിട്ട് ക്യാമറ ഓൺ ആക്കാതിരിക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കുഞ്ഞു പിള്ളേർക്ക് എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുന്നത് അതേ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മുടെ ക്ലാസ് മുമ്പോട്ട് പോകുന്നത്. അപ്പം ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളവർ ദയവായിട്ട് പുറത്തു പോവുക, അല്ലെങ്കിൽ വാർച്ചും ഉണ്ടായിരിക്കുക. കാരണം നമ്മൾ ഇവിടെ എന്താണ്, ഒന്നും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് ഒരാൾക്ക് പ്രയോജനം ചെയ്യണം. ഇന്നിപ്പോ ഈ ക്ലാസ്സിൽ 213 പേര് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ 213 പേരും വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സിലെ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിലെ പിള്ളേരൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ അവർക്ക് ഒരു ക്ലാസ് ഏകദേശം മുഴുവൻ എടുത്തതാണ്. അപ്പൊ നിങ്ങൾ ഇനി ഇതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് ഒറ്റപ്പാട് ബഹളം വെക്കണ്ട. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്ത ആരെങ്കിലും ഈ പ്രാവശ്യത്തെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവർക്കും അറിയാവുന്ന ചില കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ല, കേൾക്കാനിരിക്കാൻ താല്പര്യമില്ല എന്നുള്ളവർക്ക് ഇറങ്ങിപ്പോകാം. ഞാൻ പറഞ്ഞു, ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എത്ര തവണ വേണമെങ്കിലും ഞാൻ ആവർത്തിക്കും. മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലായി എന്ന് പറയണ്ട. ജസ്റ്റ് ഒരു തമ്പിട്ടാൽ മതി. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം തമ്പ്, അതുപോലെ കുറെ സാധനങ്ങളൊക്കെ കാണാം ഇല്ലേ, കുറെ ഇമോജികളൊക്കെ നിങ്ങൾക്ക് കാണാം. അതിനൊരു തമ്പിട്ട് കഴിഞ്ഞാൽ തന്നെ എനിക്ക് സന്തോഷമാവും. ഞാൻ അടുത്ത കാര്യത്തിലേക്ക് കടക്കും. നമ്മുടെ ക്ലാസ്സിന്റെ സമയം 1 മണിക്കൂറാണ്. കൃത്യം 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കും. ചിലപ്പോൾ അതിന് മുന്നേ അവസാനിപ്പിക്കും. കാരണം നമ്മൾ ഓരോ ടോപ്പിക്കായിട്ടാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് ഇനി വരുന്ന 10 ദിവസങ്ങളിൽ നമ്മുടെ ക്ലാസ്സുകളാണ്. അതിൽ അടുത്ത ശനിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഞാൻ തന്നെയായിരിക്കും ക്ലാസ്സുകൾ എടുക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് എന്താണെങ്കിലും നമ്മളുടെ ഒക്കെ ഒരു ലക്ഷ്യം കേട്ടെത്തി കിട്ടുക എന്നുള്ളതാണ്. 220 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകളിൽ എല്ലാവരും ലൈവ് ക്ലാസ്സുകളിലൊന്നും കയറാറില്ല. അപ്പൊ ഈ ക്ലാസ്സിൽ കയറിയിരിക്കുന്ന എല്ലാവർക്കും കേട്ടെത്തി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് 1 മിനിറ്റ് നേരം ഒന്ന് പ്രാർത്ഥിക്കാം. 1 സെക്കൻഡ് നേരം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കിട്ടണം. നമ്മൾ ഇതിൽ വന്നിരിക്കുന്നത് നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഈ കാര്യം നമുക്ക് വന്നേക്കുന്നതിന്റെ ഒരു ഗുണം നമുക്ക് തരേണ്ടത് നമ്മുടെ തമ്പുരാനാണ്. തമ്പുരാനോട് നമുക്ക് 1 സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിക്കാം. കാരണം കണക്ക് നമുക്ക് ആർക്കും ഇഷ്ടമല്ലാത്ത വിഷയമാണ്. പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങ് ബോധിച്ചൊന്നും വരില്ല. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ഏറ്റവും ചെറിയ രീതിയിലായിരിക്കും പറയുന്നത്. നുറുങ്ങു വിദ്യകളായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ സ്റ്റേജസ് മാത്രമായിരിക്കും ഞാൻ പറഞ്ഞു തരിക. ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും പറഞ്ഞു തരും. അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളാണ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. ഓക്കെ, അപ്പോ നമുക്ക് ആരംഭിക്കാം. 1 സെക്കൻഡ് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. നമുക്ക് കണക്കിന്റെ അകത്ത് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് തിയറി പഠിച്ചിട്ട് വേണം നമുക്ക് തുടങ്ങാൻ. അതായത് നമ്മുടെ കണക്കിന്റെ അകത്തുള്ള ഒരു സാധനമാണ് സംഖ്യകൾ അല്ലെ. നമ്മൾ ഏറ്റവും ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യമാണ് സംഖ്യകളെ കുറിച്ചിട്ട്, നമ്പേഴ്സ്. ഈ സംഖ്യകൾ പല രീതിയിലുണ്ട്. ആ സംഖ്യകളുടെ ക്രമം അല്ലെങ്കിൽ ആ സംഖ്യകൾ ഏതൊക്കെയാണ്, ആ സംഖ്യകൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് പ്രയോജനപ്പെടുന്നത്, നിങ്ങളുടെ ചോദ്യത്തിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സംഖ്യ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ. എന്താണ് എണ്ണൽ സംഖ്യ? ഒന്നാമത്തേത് എണ്ണൽ സംഖ്യകൾ. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബുക്കിലൊന്ന് നോട്ട് ചെയ്ത് പോവുക. എന്താണ് എണ്ണൽ സംഖ്യ എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന എല്ലാ സംഖ്യകളെയും ചേർത്ത് എണ്ണൽ സംഖ്യകൾ എന്ന് പറയും. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിങ്ങനെ അനസ്യൂതമായിട്ട് നീണ്ടുപോകുന്ന എണ്ണാൻ ഉപയോഗിക്കുന്ന എല്ലാ സംഖ്യകളെയും ചേർത്ത് എണ്ണൽ സംഖ്യകൾ എന്ന് പറയും.
ഇനി എണ്ണൽ സംഖ്യകൾക്ക് നമ്മുടെ വീട്ടില് നമ്മളെയൊക്കെ നമുക്കിപ്പോ സൗമ്യ PG എന്നുള്ള ആളെ ചിലപ്പോ നമ്മുടെ വീട്ടിൽ പൂമ്പാറ്റേന്നായിരിക്കും വിളിക്കുന്നത്, അല്ല അമ്മൂന്നായിരിക്കും വിളിക്കുന്നത്, അല്ലെ തത്തേ മൈനെ കുഞ്ഞാവേ എന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. അതുപോലെ എണ്ണൽ സംഖ്യയ്ക്കും ഒന്ന് രണ്ട് ചെല്ലപ്പേരുകളുണ്ട്. അതിൽ ഒന്നാണ് നിസർഗ സംഖ്യ, രണ്ട് ബൃഹത് സംഖ്യ. അപ്പൊ എണ്ണൽ സംഖ്യക്ക് രണ്ട് ചെല്ലപ്പേരുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നിസർഗ സംഖ്യ, രണ്ടെന്ന് പറയുന്നത് ബൃഹത് സംഖ്യ. ഇത് എന്തിനാണ് പഠിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലേ? നമ്മളെ ചോദ്യ പേപ്പറിൽ നമുക്ക് വരാവുന്നത് ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക, ആദ്യത്തെ 10 നിസർഗ സംഖ്യകളുടെ ശരാശരി എത്ര. 5 നിസർഗ സംഖ്യകളാണ് തന്നിരിക്കുന്നത്. അതിൽ വലുത് 25 ആണെങ്കിൽ അവയുടെ ശരാശരി എത്ര എന്നുള്ള രീതിയിൽ ചോദ്യത്തിൽ നമുക്ക് വരുന്ന വാക്കുകളാണ് ഇതെല്ലാം. അതായത് എണ്ണൽ സംഖ്യ എന്താണ്, നിസർഗ സംഖ്യ എന്താണ്, ബൃഹത് സംഖ്യ എന്താണ് എന്നൊരിക്കലും ചോദിക്കില്ല. ചോദ്യത്തിൽ നമുക്ക് തരും ഇത്ര മുതൽ ഇത്ര വരെ എണ്ണൽ സംഖ്യകളുടെ തുക, ഇത്ര മുതൽ ഇത്ര വരെ നിസർഗ സംഖ്യകളുടെ തുക, ഇത്ര മുതൽ ഇത്ര വരെ ബൃഹത് സംഖ്യകളുടെ തുക. ഈ 3 ചോദ്യങ്ങളും ഒന്നാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുവേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത്. അപ്പൊ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ്. 1, 2, 3, 4, 5 എന്നും പറഞ്ഞ് എണ്ണി 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 അനസ്യൂതമായിട്ട് ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. അതിന് രണ്ട് ചെല്ലപ്പേരുകളുണ്ട്. മഞ്ജുന്നും ചിഞ്ചുന്നും അല്ല, നിസർഗ സംഖ്യ എന്നും ബൃഹത് സംഖ്യ എന്നുമാണ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത ഒരു കൂട്ടം സംഖ്യയാണ് അഖണ്ഡ സംഖ്യകൾ. എന്താണ് അഖണ്ഡ സംഖ്യകൾ? ഈ അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഇതിലേക്ക് വരുന്നുള്ളൂ. 0 കൂടി വന്നു ചേരുന്നു. അതായത് നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന എണ്ണൽ സംഖ്യയുടെ കൂട്ടത്തിലേക്ക് 0 കൂടി വന്നു ചേരുമ്പോൾ വരുന്ന മാറ്റം, അങ്ങനെ വരുന്ന സീരീസിനെ വിളിക്കുന്ന പേരാണ് അഖണ്ഡ സംഖ്യകൾ. ഇത് അഖണ്ഡ സംഖ്യക്കകത്ത് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, 0 കൂടി ചേരുന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് 2 ചോദ്യങ്ങൾ കൂടെ വേണേൽ പറയാം. അതായത് ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ അത് 0 ക്ലിയർ ആണോ? യെസ്, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് മനസ്സിലാകുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് നമ്മൾ ഇനി പഠിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, കൊച്ചു പിള്ളേരെ പോലും നമ്മൾ പഠിപ്പിക്കുന്ന ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയുമാണ്. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, ഇരട്ടയിൽ നിന്ന് തുടങ്ങാം. ഇരട്ട സംഖ്യ. ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? 2ൽ തുടങ്ങി 2 വീതം കൂട്ടിക്കൂടി വരുന്നതോ, പൊതുവ്യത്യാസം 2 ആയതോ, 2ന്റെ ഗുണിതങ്ങളായതോ ആയ എല്ലാ സംഖ്യകളെയും ഇരട്ട സംഖ്യ എന്ന് പറയും. 2ൽ നിന്ന് തുടങ്ങി 2 വീതം കൂടിപ്പോകുന്നതോ, 2ന്റെ ഗുണിതങ്ങളോ, പൊതുവ്യത്യാസം 2 ആയിട്ടുള്ള, അല്ലെങ്കിൽ പൊതുവ്യത്യാസം എത്രയാണ്? 2 ആയിട്ടുള്ള എല്ലാ സംഖ്യകളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ഇരട്ട സംഖ്യ. അറിയത്തില്ലെങ്കിൽ വേണമെങ്കിൽ ഒരു 2 എഴുതി വെച്ചോ, ചുമ്മാ നമുക്കൊന്ന് ഓർത്തിരിക്കാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്ന ഒന്നെന്താണ്? 2ൽ നിന്ന് തുടങ്ങി 2 വീതം കൂടുന്നു. ഇനി രണ്ടാമത്തേത് 2 പൊതുവ്യത്യാസം. ഇനി 3 എല്ലാം 2ന്റെ ഗുണിതങ്ങൾ. ഇനി നമ്മളോട് ചോദിക്കാം, ഈ ഭാഗത്തു നിന്ന് നമ്മളോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, ഒരു വലിയ സംഖ്യ തന്നിട്ട്, ഉദാഹരണത്തിന് 2,86,768
ഇങ്ങനെ ഒരു സംഖ്യ തന്നിട്ട് ഇത് 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതാണോ എന്നൊരു ചോദ്യം തരാം. അതായത് ഒരു സംഖ്യ തന്നിട്ട് ആ സംഖ്യ 2ന്റെ ഗുണിതമാണോ അല്ലെങ്കിൽ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതാണോ എന്നുള്ള ഒരു ചോദ്യം തന്നാൽ അപ്പോഴാണ് നമുക്ക് അവിടെ എന്ത് ഇരട്ട സംഖ്യകളുടെ ഒരു ഗുണം മനസ്സിലാകുന്നത്. അതായത് നമുക്ക് എത്ര വലിയ സംഖ്യ തന്നാലും അതിന്റെ അവസാനത്തെ അക്കം 0, 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും ആണെങ്കിൽ 0, 2, 4, 6, 8 ഏതൊരു വലിയ സംഖ്യ തന്നിട്ടും അതിന്റെ അവസാനത്തെ അക്കം 0, 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും ആണെങ്കിൽ അതിനെ 2 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇപ്പൊ 2 കൊണ്ട് ഒരു സംഖ്യനെ നിശേഷം ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അതിന്റെ അവസാനത്തെ സംഖ്യ മാത്രം ഒന്ന് നോക്കിയാൽ മതി. 0, 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും ആണോ ആ സംഖ്യയുടെ അവസാനം എന്ന് നോക്കിയാൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണെങ്കിൽ അത് എത്ര അക്കമുള്ള സംഖ്യയാണെങ്കിലും അതിനെ 2 കൊണ്ട് നിശേഷം ഹരിക്കാം. ഓക്കെ, ക്ലിയർ ആണ് എന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് എന്ന് പറഞ്ഞാല് ഇനി നമുക്ക് എന്താണ് ഒറ്റ സംഖ്യ. പോകുന്നില്ലെന്നേ, മായച്ചിട്ട് പോകുന്നില്ല, ഒരു അനുസരണയില്ലെന്നോ നിങ്ങളെപ്പോലെ എന്തോ. ഓക്കെ, അടുത്തതാണ് ഒറ്റ സംഖ്യ. അപ്പൊ എന്തായിരിക്കും ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാല് നമുക്കറിയാം എന്താണ് 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റാത്ത 2ന്റെ ഗുണിതങ്ങളല്ലാത്ത എല്ലാ സംഖ്യകളും ഒറ്റ സംഖ്യയാണ്. 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റാത്ത 2ന്റെ ഗുണിതങ്ങളല്ലാത്ത എല്ലാ സംഖ്യകളും ഒറ്റ സംഖ്യയാണ്. എഴുതി വെച്ചോ. 1, 3, 5, 7, 9 എക്സെട്ര. ഒറ്റ സംഖ്യയോടത്ത് 0 ഉണ്ടോ? ആ, പിന്നെ അതൊരു ചോദ്യമാണോ? ആ ചോദ്യമൊക്കെ ആരെങ്കിലും ഒക്കെ കുഞ്ഞു പിള്ളേർ പോലും ചോദിക്കില്ലാത്ത ചോദ്യമാണ് കേട്ടോ. എന്റെ ഫോണ് കാണുന്നില്ലായിരുന്നു. എന്നാ ഒന്നുകൂടെ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്നും കൂടെ ഒന്ന് തിരിച്ചു കയറി വാ. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം ഭാജ്യസംഖ്യ. അടുത്ത സംഖ്യയാണ് ഭാജ്യസംഖ്യ. എന്താണ് ഭാജ്യസംഖ്യ? നമുക്ക് ഒരാളോടും ചോദിക്കാം. ആതിര എം എ ഒന്ന് മൈക്ക് ഓൺ ആക്കാവും. ആതിര എം എ, ആതിര എം എക്ക് പഠിക്കുന്ന കുട്ടിയാണോ? ആതിര എം എ ഉറങ്ങിയോ? കേൾക്കുന്നുണ്ട്. ആ, മക്കളൊന്ന് പറഞ്ഞേ, എന്താ മക്കളെ ഭാജ്യസംഖ്യ? അറിയാവുന്നത് പറഞ്ഞാൽ മതി. എന്തുവാണ് ഭാജ്യസംഖ്യ? പൂർണ്ണമായും ഭാഗിക്കാൻ. ആ, ഒരു സംഖ്യ വന്നിട്ട് നമ്മുടെ മറ്റേ ആവേശത്തിന്റെ അകത്തൊക്കെ ഒരു കത്തിങ് എടുത്ത് തന്നിട്ട് നടുക്ക് വെട്ടാൻ പറ്റുന്ന സംഖ്യയാണോ എന്നാണോ ചോദിക്കുന്നത്? പൂർണ്ണമായിട്ടും ഭാജിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? പോയോ? കഞ്ഞി അടുപ്പത്തിട്ടേക്കുവാണോ? അല്ലല്ല, ക്ലാസ് എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു. ശരി, ഓക്കെ, എന്നാ മൈക്ക് ഓഫ് ആക്കിക്കോ. നമുക്ക് നോക്കാം. ഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഭാഗിക്കാൻ പറ്റുന്ന എല്ലാ സംഖ്യകളും ഭാജ്യസംഖ്യയാണ് എന്ന് നമുക്കൊരു പൊതു ധാരണയുണ്ട്, ഇല്ലേ? ഒരു സംഖ്യ തന്നാൽ, ഇപ്പൊ 2 എന്ന് പറയുന്ന ഒരു സംഖ്യ തന്നാൽ ഇത് ഭാജ്യസംഖ്യയാണോ അഭാജ്യസംഖ്യയാണോ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? ഓ, ഇത് ഭാജ്യസംഖ്യ. കാരണം എന്നാ, ഇതിനെ നേരെ ഇങ്ങനെ 2 ആയിട്ട് വെട്ടിയാൽ 1 + 1 2. അപ്പൊ ഇതിനെ എന്ത് ചെയ്യാം? നെടുകെ പകുക്കാം. അപ്പൊ അങ്ങനെ പകുക്കാൻ പറ്റുന്ന എല്ലാ സംഖ്യയും എന്താണ്? ഭാജ്യസംഖ്യയാണ് എന്നുള്ളൊരു ധാരണ നമ്മളുടെ കസ്റ്റഡിയിലുണ്ട്. എന്നാൽ ആ ധാരണ എന്താണ്? തെറ്റാണ്. കാരണം എന്താണ്? ഭാജിക്കാൻ പറ്റുന്ന എല്ലാ സംഖ്യകളെയും ഭാജ്യസംഖ്യകൾ എന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ ആ സംഖ്യയും 2-ലധികം ഘടകങ്ങളും ഉള്ള
ഒരു സംഖ്യക്ക് എഴുതിക്കോ. നിങ്ങളത് നോട്ടായിട്ട് തന്നെ എഴുതിക്കോ. ഒരു സംഖ്യക്ക് 2ൽ അധികം ഘടകങ്ങൾ വരുന്നുണ്ടെങ്കിൽ, ഒരു സംഖ്യക്ക് 2ൽ അധികം, 2ൽ കൂടുതൽ ഘടകങ്ങൾ വരുന്നുണ്ടെങ്കിൽ, 2ൽ കൂടുതൽ ഘടകങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെ ഭാജ്യസംഖ്യ എന്ന് പറയാം. അപ്പോഴാണ് എന്താണ് ഘടകം എന്നുള്ളൊരു സംഭവം വരുന്നത്. മറ്റേ ഇതിൻ്റെ അകത്ത് പറയുന്ന പോലെ, യോദ്ധയ്ക്കകത്തൊക്കെ പറയുന്ന പോലെ ഘടകം, ഘടകത്തിൽ ഒഴിവ്, പിന്നെ മറ്റേതെന്നൊക്കെ പറയുന്ന പോലത്തെ സാധനം അല്ല ഇത്. ഇപ്പൊ ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 2 എടുക്കാം. നമ്മൾ മുമ്പ് എടുത്ത പോലെ 2നെ ഘടകങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഈ 2 കിട്ടുന്നത് എന്നുള്ളതാണ് അതിന്റെ ഘടകം. 1നെ 2 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 2 കിട്ടും, ഇല്ലേ? അപ്പം 2ന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1ഉം 2ഉം ആണ്. ഇനി 3നെ എടുക്കാം. 3ന്റെ ഘടകങ്ങൾ ഏതാന്ന് ചോദിച്ചാൽ 1നെ 3 കൊണ്ട് ഗുണിച്ചാൽ 3 കിട്ടും. അതുകൊണ്ട് എന്താണ് ഇത്? 3ന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1ഉം 3ഉം ആണ്. അടുത്തത് 4 എടുക്കാം. 1നെ 4 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 4 കിട്ടും. അതുപോലെ 2നെ 2 കൊണ്ട് ഗുണിച്ചാലും എന്ത് കിട്ടും? 4 കിട്ടും. അപ്പൊ എന്താണ്? 4 എന്ന് പറയുന്നതിന്റെ ഘടകങ്ങളാണ് 1, 4, 2. ഇനി 5 എന്ന് പറയുന്ന ഒരു സംഖ്യ എടുക്കാം. 1നെ 5 കൊണ്ട് ഗുണിച്ചാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? 5 കിട്ടുള്ളൂ. അപ്പം നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന, അല്ല നമ്മുടെ നോട്ടിൽ പറഞ്ഞിരിക്കുന്ന സംഭവം എന്താണ്? 2ൽ കൂടുതൽ ഘടകങ്ങൾ വരുന്നുണ്ട് എങ്കിൽ അതിനെ ഭാജ്യസംഖ്യ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും ഭാജ്യസംഖ്യ എന്ന് പറയുന്നത്? 4. ഇതിൽ 4 മാത്രമായിരിക്കും ഭാജ്യസംഖ്യ എന്ന് പറയുന്നത്. 2ൽ കൂടുതൽ ഘടകങ്ങൾ വരുന്നു എങ്കിൽ ആ സംഖ്യ ഭാജ്യസംഖ്യയായിരിക്കും. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ഭാജ്യസംഖ്യ തിരഞ്ഞെടുക്കുക എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഓക്കെ, അപ്പം ഉദാഹരണത്തിന് എഴുതി വെച്ചോളൂ, 4 ഒരു ഭാജ്യസംഖ്യയാണ്. ഇനി നമുക്ക് വേണേ വേറെ ഒരെണ്ണം എഴുതി വെച്ചു, 6. 6ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാന്ന് സീന KV എന്ന് പറഞ്ഞു. 6ന്റെ ഘടകങ്ങൾ 2, 2, 2, 2 എക്കോയാണല്ലോ. എന്നാ പറ്റി? മലമുകളിൽ നിന്നാണോ പറയണേ? ഓക്കെ, 2 ഒരു ഘടകമാണ്. 2നെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഈ 6 കിട്ടുന്നത്? 3 കൊണ്ട് ഗുണിക്കുമ്പോൾ. ഇനി പിന്നെ വേറെ ഏതുകൊണ്ട് ഗുണിക്കുമ്പോഴാണ്? 1നെ 6 കൊണ്ട് ഗുണിച്ചാലും എന്ത് കിട്ടും? ഈ പറയുന്ന 6 കിട്ടും. അതുപോലെ 1നെ ഇവിടെ നമ്മൾ എഴുതാൻ മറന്നു, 1 4 4 4 2 2 4. ഓക്കെ, അപ്പം 2 3 6. ഇത് 3 എന്താണ്? 2 3 1 6. ഈ 4 എന്താണ്? 6ന്റെ ഘടകങ്ങളാണ്. അതുകൊണ്ട് ഇതും ഒരു ഭാജ്യ സംഖ്യയാണ്. ഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള എല്ലാ സംഖ്യകളും ഭാജ്യ സംഖ്യകളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഭാജ്യസംഖ്യ പഠിച്ചാൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അഭാജ്യസംഖ്യ പഠിക്കണം. ഇല്ലെങ്കിൽ പിന്നെ അഭാജ്യസംഖ്യക്ക് സങ്കടം വരും. കാരണം നിങ്ങൾ ഭാജ്യസംഖ്യ മാത്രം പഠിച്ചിട്ട് പോയിട്ട് അഭാജ്യസംഖ്യയാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് അറിയണ്ടേ? അപ്പം കേശവേട്ടനെ കുറിച്ച് ചോദിച്ചാൽ കേശവേട്ടന്റെ ഭാര്യനെ കുറിച്ചും കൂടെ പഠിക്കണം എന്ന് പറഞ്ഞ പോലെ അടുത്തതാണ് അഭാജ്യ സംഖ്യകൾ. അഭാജ്യ സംഖ്യകൾ അടങ്ങിയിരിക്കുന്നത് അവിടെ ഉത്തരവാദിത്തം. ഓക്കെ, ഇനി നമുക്ക് ഭാജ്യസംഖ്യ എന്താന്ന് മനസ്സിലായി അല്ലേ? 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകളെ എന്തെന്ന് പറയും? നമ്മൾ പറഞ്ഞതുപോലെ ഭാജ്യസംഖ്യകൾ എന്ന് പറയുമെങ്കിൽ അഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? 1ഉം ആ സംഖ്യയും മാത്രം ഘടകങ്ങളായിട്ടുള്ള മൈക്ക് ഓഫാക്കി വെച്ചാൽ ലിജിത ടീച്ചർ പുറത്തു പോകില്ല. ഇല്ലെങ്കിൽ ലിജിത ടീച്ചറിനെ എടുത്ത് ഞാൻ പൊക്കം വിടും. 1ഉം ആ സംഖ്യയും മാത്രം ഘടകങ്ങളായിട്ടുള്ള സംഖ്യകളെ അഭാജ്യസംഖ്യ എന്ന് പറയും. 1ഉം ആ സംഖ്യയും മാത്രം ഘടകങ്ങളായിട്ടുള്ള 1ഉം ആ സംഖ്യയും മാത്രം ഘടകങ്ങളായിട്ടുള്ള
സംഖ്യകളെ അഭാജ്യ സംഖ്യ എന്ന് പറയും. എന്താ പോവാത്തെ? വാടാ അവിടെ. ഇതൊരു അനുസരണയില്ല, എന്നാ ചെയ്യുന്നേ? പോടാ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ? നമുക്ക് ഓരോന്നും നോക്കാം. ഒരു ഉദാഹരണം, ഒന്നൊരു അഭാജ്യ സംഖ്യയാണോ? നോക്കിക്കേ, ഒന്നിന് ഒരേ ഒരു ഘടകം മാത്രമേ ഉള്ളൂ, 1. അപ്പൊ 1 അഭാജ്യ സംഖ്യയാണ്. ഇനി അടുത്ത നമുക്ക് നോക്കാം, ഇല്ലേ? അഭാജ്യ സംഖ്യയാണോ? അല്ല. കണ്ടോ, ആൻഡോ സെബാസ്റ്റ്യൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞ പോലെ 1 ഒരിക്കലും ഒരു അഭാജ്യ സംഖ്യ അല്ല. എന്തുകൊണ്ടാണ്? അതിന് 1 അല്ലെങ്കിൽ ആ സംഖ്യയും ഘടകങ്ങളായി വരുന്ന സംഖ്യകളെ മാത്രമാണ് അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. നോക്കിക്കേ, 2 എടുക്കാം. 1ഉം 2ഉമാണ് ഇതിന്റെ ഘടകങ്ങൾ, ഇതൊരു അഭാജ്യ സംഖ്യയാണ്. ഇനി 3 എടുക്കാം. 1ഉം 3ഉം ഇതിന്റെ ഘടകങ്ങൾ, ഇതൊരു അഭാജ്യ സംഖ്യയാണ്. ഇനി അടുത്ത് നമുക്ക് 5 എടുക്കാം. 1ഉം 5ഉം മാത്രം ഘടകങ്ങളായിട്ട് വരുന്നു, ഇതും അഭാജ്യ സംഖ്യ. അടുത്ത 7 എടുക്കാം. 1ഉം 7ഉം മാത്രം ഘടകങ്ങളായിട്ട് വരുന്നു, ഇതിനെ അഭാജ്യ സംഖ്യ എന്ന് വിളിക്കാം. 1ഉം ആ സംഖ്യയും മാത്രമേ ഘടകങ്ങളായിട്ടുള്ളൂവെങ്കിൽ അതിനെ എല്ലാം എന്തെന്ന് വിളിക്കാം? അഭാജ്യ സംഖ്യ എന്ന് വിളിക്കാം. നമുക്ക് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾക്കിടയിലെ അഭാജ്യ സംഖ്യകൾ എത്ര? അല്ലെങ്കിൽ ഒരു 4 സംഖ്യ തന്നിട്ട് ഇതിലെ അഭാജ്യ സംഖ്യ എത്ര എന്നെല്ലാം നമുക്ക് ചോദിക്കാം. നമുക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, അഭാജ്യ സംഖ്യകളുടെ 1 മുതൽ 100 വരെ എണ്ണം നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഏതൊക്കെയാണെന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അത് നമ്മളൊന്ന് ജസ്റ്റ് കാണാതെ പഠിച്ചിരിക്കണം. അതായത് 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളാണുള്ളത്. ഇനി അത് എളുപ്പത്തിൽ പഠിക്കാൻ നമുക്കൊരു കോഡുണ്ട്. നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോഡാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാനൊന്ന് എഴുതാം. DD BBC BBC BA. ഇതാണ് നമ്മുടെ കോഡ്. എഴുതി വെക്കാം. DD BBC BBC BA. ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് വേണം ഒരു കഥ പോലെ പഠിച്ചു വെക്കാം. നമ്മുടെ അഖില ടീച്ചറൊക്കെ പഠിപ്പിക്കുന്ന പോലെ. DD BBCയെ കാണാൻ പോയപ്പോ BBC BAക്ക് പഠിക്കാൻ പോയി. അങ്ങനെ വേണേ ഓർത്തിരിക്കാം. DD BBC BBC BA. ഇത് നിങ്ങൾ എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, ഈ സാധനം നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. കാരണം ഇവിടെ നമുക്ക് എന്താണെന്നറിയോ, ഇതിന്റെ അകത്ത് ആദ്യത്തേതിന്റെ അകത്ത് ഇത് നമ്മൾ 1 മുതൽ 10 വരെയാണ്. ഇത് 11 മുതൽ 20 വരെ, 21 മുതൽ 30 വരെ, 31 മുതൽ 40 വരെ, 41 മുതൽ 50 വരെ, 51 മുതൽ 60 വരെ, 61 മുതൽ 70 വരെ, 71 മുതൽ 80 വരെ, 81 മുതൽ 90 വരെ, 91 മുതൽ 100 വരെ. ഇതിന്റെ ഇടയിൽ വരുന്ന സംഖ്യകളുടെ എണ്ണമാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് എണ്ണങ്ങളാക്കി എഴുതിയെടുക്കാന്ന് വെച്ചാൽ, നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ സ്ഥാനമാണ്. അതായത് A എന്ന് പറയുന്നത് 1, B എന്ന് പറയുന്നത് 2. നോക്കിക്കേ, B എത്ര ഉണ്ടെന്ന് നോക്കിക്കേ. അവിടെ എല്ലാം 2 കൊടുക്കുക. C എന്ന് പറയുന്നത് 3, D എന്ന് പറയുന്നത് 4. കൂട്ടി നോക്കിയാൽ 4 4 8, 8 2 10, 10 2 12, 12 3 15, 15 2 17, 17 2 19, 22, 22 2 24 1 25 എണ്ണം. 1നും 10നും ഇടയിൽ 4 എണ്ണം, 11നും 20നും ഇടയിൽ 4 എണ്ണം, 21നും 30നും ഇടയിൽ 2 എണ്ണം, 31നും 40നും ഇടയിൽ 2 എണ്ണം, 41നും 50നും ഇടയിൽ 3 എണ്ണം, 51നും 60നും ഇടയിൽ 2 എണ്ണം, 61നും 70നും ഇടയിൽ 2 എണ്ണം, 71നും 80നും ഇടയിൽ 3 എണ്ണം,
81നും 90നും ഇടയിൽ 2 എണ്ണം, 91നും 100നും ഇടയിൽ 1 എണ്ണം. അങ്ങനെ 25 സംഖ്യകളാണ് 1 മുതൽ 100 വരെ ഉള്ളത്. കിട്ടിയോ? കോഡ് കിട്ടിയോ? സാറേ DD ലാസ്റ്റ് പറഞ്ഞില്ലേ സാറേ? എയുടെ അവിടെ എത്രയാന്നാ? A1. എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 1ാമത്തെ അക്ഷരം, അതുകൊണ്ടാണ് അതിന് 1 എന്ന് കൊടുക്കുന്നത്. ബി എന്ന് പറഞ്ഞാൽ 2ാമത്തെ അക്ഷരം, അപ്പൊ അവിടെ 2 എണ്ണം. സി എന്ന് പറഞ്ഞാൽ 3ാമത്തെ അക്ഷരം, അപ്പം 3 എണ്ണം. ഡി എന്ന് പറഞ്ഞാൽ 4ാമത്തെ അക്ഷരം, അവിടെ 4 എണ്ണം. ഓക്കെ, ക്ലിയർ ആണോ? ആണ്. അങ്ങനെയെങ്കിൽ ഇത് ഏതൊക്കെയാണെന്നും കൂടെ നമുക്കൊന്ന് നോക്കി വെക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്താണ്, ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു രീതി നമ്മളോട് ചോദിച്ചാലോ, നമുക്ക് അന്നേരം നമ്മൾ എന്ത് ചെയ്യണ്ട, ഇരുന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇത് ഏതൊക്കെയാണ് എന്നും കൂടി നമുക്കൊന്ന് നോക്കാം. അതായത് DD, BBC, BBC, BA, ഇത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 മുതൽ 10 വരെ ഞാൻ പറഞ്ഞു 4 എണ്ണമാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കോ. 2, 3, 5, 7. ഇനി 11 മുതൽ 20 വരെ അത് ഞാൻ പറഞ്ഞു 4 എണ്ണമാണെന്ന്. അത് 11, 13, 17, 19. ഇനി 21 മുതൽ 30 വരെ അവിടെ നമ്മൾ പറഞ്ഞു എത്രയാണ്? ബി 2 എണ്ണമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് 23, 29. ഇനി 31 മുതൽ 40 വരെ 2 എണ്ണം തന്നെ. അത് 31, 37. ഇനി 41 മുതൽ 50 വരെ നമുക്കറിയാം 3 എണ്ണമാണുള്ളത്. അതേതൊക്കെയാണ്? 41, 43, 47. ഇനി നമുക്ക് നോക്കാം. 51 മുതൽ 60 വരെ നമ്മൾ എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു? ബി 2 എണ്ണമാണുള്ളത്. അതേതൊക്കെയാണ്? 53, 59. ഇനി 61 മുതൽ 70 വരെ അവിടെ നമുക്കറിയാം എത്ര എണ്ണം ഉള്ളത്? അതും 2 എണ്ണം തന്നെയാണ്. 61 മുതൽ 70 വരെയും 2 എണ്ണം തന്നെയാണ്. 61, 67. ഇനി 71 മുതൽ 80 വരെ നമുക്കറിയാം 3 എണ്ണം ഉണ്ട്. അതേതൊക്കെയാണ്? 71, 73, പിന്നെ 79. ഇനി 81 മുതൽ 90 വരെ 2 എണ്ണമുണ്ട്. അത് 83, 89. ഇനി 91 മുതൽ 100 വരെ 1 എണ്ണമാണുള്ളത്. അത് 97. കാണാതെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. കാരണം നിങ്ങൾ എന്ത് ചെയ്യുക, ചുമ്മാ വെറുതെ അങ്ങോട്ട് ഇത് കാണാതെ ഇരുന്ന് അങ്ങോട്ട് രാവിലെ ഇരുന്നിട്ട് ഒരു വെളുപ്പിന് എഴുന്നേറ്റിരുന്നിട്ട് അങ്ങ് പഠിച്ചാൽ മതി. 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47, 53, 59, 61, 67, 71, 73, 79, 83, 89, 97 എന്നും പറഞ്ഞിട്ട് നമ്മൾ 1, 2 ചെല്ലുന്ന പോലെ ഒരു 10 പ്രാവശ്യം എഴുതി അങ്ങ് കാണാതെ പഠിച്ചാൽ ഈ പറയുന്ന 25 എണ്ണം നമ്മുടെ മനസ്സിലിരിക്കും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നിരത്തി പിടിച്ച അഭാജ്യ സംഖ്യ എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ നിരത്തി ആ എഴുതാൻ തന്നിരിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് എഴുതുക. 2, 3, 5, 7, 11, 13, 17, 19, 23, 27, 29, 31, 37, 41, 43, 47, 53, 59, 61, 67, 71, 73, 79, 83, 89, 97. ഫോൺ നമ്പർ പഠിക്കുന്ന പോലെ കാണാതെ പഠിച്ചു വെച്ചാൽ മതി. കിട്ടിയോ? ക്ലിയർ ആണോ? ആണ്. പോകാമോ മുമ്പിലോട്ട്? 31 മുതൽ 40 വരെ 31, 37. എത്രയാ? 31, 37. ഇത് വായിക്കത്തില്ല. 31, 37. ഓക്കെ.
ക്ലിയർ ആണോ? ആണ് എന്ന് കരുതാം അല്ലെ? ക്ലിയർ ആണെന്ന് കരുതിക്കോട്ടെ. കരുതാം. ഓക്കെ, നമുക്കിനി അടുത്തതിലേക്ക് പോകാം. അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് ശരിക്കും ഭിന്നസംഖ്യകളാണ്. പക്ഷെ ഭിന്നസംഖ്യകൾക്ക് നമുക്ക് എന്താണ് അതിൻ്റെ അകത്ത് സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് അതൊരു ടോപ്പിക് ആയിട്ട് തന്നെ പഠിക്കാം. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സംഖ്യകളുടെ ഭാഗം നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം. ഒരു ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ട് നമുക്കിത് അങ്ങോട്ട് അവസാനിപ്പിക്കാം. നമ്മുടെ ശ്രീബ എന്ന് മൈക്ക് ഓണാക്കാവോ? ശ്രീബ ഒരു തരം, ശ്രീബ രണ്ടു തരം, ശ്രീബ മൂന്ന് തരം. ഇല്ല, എന്നാ പിന്നെ പോട്ടെ. ശാന്തിനി കണ്ണൻ? ഓക്കെ, ഉണ്ട്. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ. ഓക്കെ, വെച്ചോളൂ. മൈക്ക് ഓഫ് ആയിക്കോളൂ. അടുത്ത നമ്മുടെ മേരി ഗ്രേസ് രതീഷ്, ഒന്ന് മൈക്ക് ഓൺ ആക്കാവോ? മേരി ഗ്രേസ് രതീഷ്. ഇപ്പത്തേക്കും പടപടാന്ന് ഇറങ്ങി പോവാ ഓരോരുത്തര്. മേരി ഗ്രേസ് രതീഷ്, ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം? പോട്ടെ, ഭാഗ്യമില്ല. എന്നാ പിന്നെ നമുക്ക് മറിയാമ്മ മാത്യുവിന് കൊടുക്കാം. അല്ല, അത് തന്നെ, മറിയാമ്മ മാത്യു. ഓക്കെ, കറക്റ്റാ. ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ഇതാണ്, ഏറ്റവും ചെറിയ നിസ്സർഗ സംഖ്യ ഏതാണ്? 1. താങ്കളുടെ ഉത്തരം ശരിയാണ്. മൈക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാം. മനു ജോസിനോട് ആയിക്കോട്ടെ. മനു ജോസ് ഉണ്ടോ? മനുക്കുട്ട മനു പോയി. ഓക്കെ, മനു ഇല്ലെങ്കിൽ നമുക്ക് വേറൊരാളെ പിടിക്കാം. നമുക്ക് വേറൊരു അക്ഷരം പിടിക്കാം. ഷാക്കിറ ബാനു, ഒന്ന് മൈക്ക് ഓൺ ആക്കാവോ? ശരി. എത്ര അഭാജ്യ സംഖ്യയാണ് 1 മുതൽ 100 വരെ ഉള്ളത്? 25 സർ. ശരി. 100നും 91നും ഇടയിൽ വരുന്ന അഭാജ്യ സംഖ്യ ഏതാണ്? 97. ഒറ്റ സംഖ്യ 97. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. വളരെയധികം സന്തോഷം. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ശരി, വെച്ചോളൂ. മൈക്ക് ഓഫ് ആയിക്കോളൂ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളോട് സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു സാധനമാണ് മുഖവില, അതുപോലെ സ്ഥാനവില. ഇത് ഫേസ് വാല്യൂ, ഇത് പ്ലേസ് വാല്യൂ. എന്താണ് മുഖവില, എന്താണ് സാധനമല്ല സ്ഥാനവില? ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഷാരിമോൾ എൻ എസിനോട് മൈക്ക് ഓണാക്കണ്ട, ഞാൻ ചോദിക്കുകയാണ്, ടീച്ചർ കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ, അല്ല വേണ്ട, ടീച്ചർ മൈക്ക് ഒന്ന് ഓണാക്കിക്കേ. ഷാരിമോൾ. ഓക്കെ, ടീച്ചർ രാവിലെ എഴുന്നേറ്റ് വരുമ്പം കണ്ണാടി നോക്കിയ ടീച്ചർ ആരെയായിരിക്കും കാണുന്നത്? എന്റെ മുഖം തന്നെ ആണ് അല്ലെ? അതെ. ഉറപ്പല്ലേ? ഇടയ്ക്ക് മഞ്ജു വാര്യരെയോ നയൻതാരേനെയോ അങ്ങനെ എന്തെങ്കിലും കാണാറുണ്ടോ? ശോഭന, അങ്ങനെ ആരെങ്കിലും? നയൻതാര, നവ്യ നായർ? ഇല്ല. അതായത് മുഖവില എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. മൈക്ക് ഓഫ് ആക്കിക്കോളൂ. അതായത് എന്താണ്, ഒരു സംഖ്യ തന്നിട്ട് 26,879 എന്ന് പറയുന്ന ഒരു സംഖ്യ തന്നിട്ട് ഇതിന്റെ 8ന്റെ മുഖവില എത്ര എന്ന് ചോദിച്ചാൽ എന്താണ്, ആ 8നെ നമ്മൾ എങ്ങനെ നോക്കിയാലും 8 തന്നെയാണ്. അതാണ് അതിന്റെ മുഖവില. നമ്മളൊരു കണ്ണാടി പോകുമ്പോൾ നമ്മളെ നോക്കുമ്പോൾ നമ്മളായിട്ട് തിരിയുന്നത് പോലെ ഒരു സംഖ്യ, ആ സംഖ്യ കണ്ണാടി പോയി നോക്കിയാലും ആ സംഖ്യ തന്നെ ആയിരിക്കും. അതുകൊണ്ട് മുഖവില എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ്. നമ്മളോട് ചോദിക്കാം, താഴെ കൊടുത്തിരിക്കുന്നതിൽ 8ന്റെ മുഖവില എത്ര എന്ന് ചോദിച്ചാൽ ആ 8 തന്നെയായിരിക്കും അതിന്റെ മുഖവില എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം, സ്ഥാനവില. എന്താണ് സ്ഥാനവില?
ഇത് നമുക്ക് നമ്മുടെ ചെറുപ്പത്തിലെ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞു തന്ന് പഠിപ്പിച്ച കാര്യമാണ്. 1234 എന്ന് പറയുന്ന ഒരു സംഖ്യ. ഇതിന്റെ സ്ഥാനങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മളെ ചെറുപ്പത്തിലെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പഠിപ്പിച്ചേക്കുന്നതാണ്. വലത്തുനിന്ന് ഇടത്തോട്ട് എണ്ണണം. എങ്ങനെ എണ്ണണം? ഇത് ഒറ്റയുടെ സ്ഥാനം, ഇത് 10ന്റെ സ്ഥാനം, ഇത് 100ന്റെ സ്ഥാനം, ഇത് 1000ത്തിന്റെ സ്ഥാനം എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നതാണ്. എങ്ങനെ? ഇവിടെ നിങ്ങോട്ട് വലത്തുനിന്ന് ഇടത്തോട്ട് എണ്ണുമ്പോ ഒറ്റ, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ എണ്ണും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ഒറ്റ 10 എന്നൊക്കെ എണ്ണണമെങ്കിൽ നമുക്ക് ഇതിന്റെ എല്ലാം ഇടയിൽ ആ സാധനം ഉണ്ടെന്നൊരു ചിന്ത വേണം. ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ എന്താണ് ഒരു 10 ഉണ്ട്, ഇവിടെ ഒരു 100 ഉണ്ട്, ഇവിടെ ഒരു 1000 ഉണ്ട്. കാരണം 1000നെ 1 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 1234 എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇല്ലേ? അതുപോലെ 200 എന്ന് പറയണമെങ്കിൽ 100നെ 2 കൊണ്ട് ഗുണിക്കണം, അപ്പോഴാണ് അവിടെ 200 എന്ന് പറയാൻ പറ്റുന്നത്. ഇനി 10നെ 3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 30 എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ 4നെ 1 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 4 എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ എല്ലാം എന്ത് ചെയ്യണം? ആ സ്ഥാനം കൊണ്ട് നമ്മൾ ഗുണിക്കണം. ഏതൊരു സംഖ്യ തന്നിട്ടും ആ സംഖ്യക്കകത്ത് ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതിന്റെ സ്ഥാനവില കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ സ്ഥാനത്തിനെ ആ സംഖ്യ കൊണ്ട് ഗുണിക്കണം. അപ്പൊ കിട്ടുന്നതാണ് സ്ഥാനവില. ഉദാഹരണത്തിന് ഒരു ചോദ്യം നിങ്ങൾക്ക് വേണം എഴുതി വെക്കാം. 3,67,800 ഒരു സെറ്റപ്പ് ആയില്ല. 800 ഒന്നുകൂടെ മാറ്റി എഴുതാം നമുക്ക്. പാടാൻ പോടാ, ഒന്നും കിട്ടാം. പോടാ, ഒരു ഉത്തരവാദിത്വം ഇല്ല കേട്ടോ. 854 ഈ പറയുന്ന സംഖ്യക്കകത്ത് 7ന്റെ സ്ഥാനവില എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഷിജി ഒന്ന് മൈക്ക് ഓൺ ആക്കിക്കേ. ഷാജി ചോറിന് തടിടാൻ പോയെന്ന് തോന്നുന്നു. ഇല്ല പോയില്ല. ആ പോയില്ല. ഓക്കെ, എന്നാ ഒന്ന് പറഞ്ഞേ 7ന്റെ സ്ഥാനവില എത്രയാണെന്ന് പറഞ്ഞു. 1000. ആണോ? നോക്കിക്കേ, ഒറ്റ, 10, 100, 1000. 1000 ആണോ 7ന്റെ സ്ഥാനവില? അല്ല ഒറ്റ 10, 100, 1000. അതെ 1000 ആണോ? ഒറ്റ 10, 100, 1000. അതെ. 1000 ആണോ അതിന്റെ സ്ഥാനവില? സോറി സാർ, 100. 100 ആണോ അതിന്റെ സ്ഥാനവില? എന്റെ പൊന്നു ടീച്ചറെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, സ്ഥാനമല്ല ചോദിക്കുന്നത്, ആ സ്ഥാനത്തിന്റെ വിലയാണ് ചോദിക്കുന്നത്. സ്ഥാനം എന്ന് പറയുന്നത് ഇത് 1000ത്തിന്റെ സ്ഥാനത്തായിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ 1000നെ ആ സംഖ്യ കൊണ്ട് ഗുണിക്കണം, വേണ്ടേ? അതെ. അപ്പൊ പിന്നെ 1000 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റത്തില്ല. എത്രന്ന് പറയാം? 7000. ഓക്കെ, മൈക്ക് ഓഫ് ആക്കിക്കോ. അതായത് ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. സ്ഥാനവില ചോദിച്ചാൽ അതിന്റെ സ്ഥാനം ഏതാണോ ആ സ്ഥാനത്തിന് ഏത് സംഖ്യയുടെ സ്ഥാനവിലയാണോ ചോദിച്ചേക്കുന്നത് ആ സ്ഥാനത്തിന് ആ സംഖ്യ കൊണ്ട് ഗുണിക്കണം. ഗുണിക്കുമ്പോൾ കിട്ടുന്ന എന്താണോ അതാണ് സ്ഥാനവില. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം കൂടി ചോദിക്കാം. മനസ്സിലായോ എന്നറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്ന കേട്ടോ, വേറെ ഒന്നും വിചാരിക്കണ്ട. നമ്മുടെ ദൃശ്യാക്കെ ഒന്ന് മൈക്ക് ഓൺ ആക്കിക്കേ. ദൃശ്യാക്കെ മോളെ, ദൃശ്യാക്കെ ഒരു തരം, 2 തരം, 3 തരം ഇല്ല, പോയി. നമ്മുടെ ഫ്ലസീസ് ആകുമ്പോ ഒന്ന് മൈക്ക് ഓൺ ആക്കിക്കേ. ഓക്കെ, നമുക്ക് ഇതിന്റെ അകത്ത് 5ന്റെ സ്ഥാനവില എത്ര അടിക്കാം? 50. ഓക്കെ, അപ്പം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. 5ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 50 ആണ്. അപ്പം മുഖവില എന്ന് പറയുന്നത് ഏത് സംഖ്യയുടെ മുഖവില ചോദിച്ചാലും ആ സംഖ്യ തന്നെയാണ് അതിന്റെ മുഖവില. സ്ഥാനവില ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ സ്ഥാനം ആദ്യം കണ്ടെത്തുക, അതിനെ ആ സംഖ്യ കൊണ്ട് ഗുണിക്കുക, അപ്പം സ്ഥാനവില എന്താണെന്നും കിട്ടും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം.
നാളെ നമുക്ക് ഈ ബോർഡ് മാറ്റിയേക്കാം. വൃത്തികെട്ടൊരു ബോർഡ്, ഇതിനെ പകുതി സമയത്ത് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? ഇനി ഈ കൂട്ടത്തിൽ നിങ്ങളെ പഠിപ്പിക്കാനുള്ളത് നോക്കട്ടെ കേട്ടോ. അടുത്തത് റോമൻ സംഖ്യകൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? റോമൻ സംഖ്യകൾ. അക്കങ്ങളില്ലാത്ത സംഖ്യാസമ്പ്രദായം എന്നാണ് റോമൻ സംഖ്യകളെ വിളിക്കുന്നത്. എന്താണ്? അക്കങ്ങളില്ലാത്ത സംഖ്യാസമ്പ്രദായം. അതിനെയാണ് റോമൻ സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ അകത്ത് എവിടെയെങ്കിലും ഒരു അക്കം നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? ഇങ്ങനെ എഴുതിയിട്ട് അടിയിലും മേളിലും എഴുതും. ഇനി രണ്ടാണെങ്കിലോ ഇങ്ങനെ, മൂന്നാണെങ്കിൽ നമ്മൾ എന്തെഴുതും? 3. 4 എന്ത് ചെയ്യും? 5 ഇട്ടിട്ട് ഇപ്പുറം 1 ഇട്ട് 4. ഇനി 5 ആണെങ്കിൽ ഈ സാധനം V മാത്രം. 6 5 ഇട്ടിട്ട് ഒന്നുകൂടെ കൂട്ടി 6. 7 5ന്റെ കൂട്ടത്തിൽ 2 വരയും കൂടി ഇട്ടാൽ 7. ഇനി 8 5ന്റെ കൂട്ടത്തില് 3 വരയും കൂടി ഇട്ട് 8. 9 എന്ത് ചെയ്യും? X ഇട്ടിട്ട് ഇപ്പുറത്ത് ഒരു 1 ഇടും. അപ്പൊ എന്തായി? 10ന്റെ അകത്തുനിന്ന് 1 കുറച്ച് 9. ഇനി 10 നേരെ ഒരു X മാത്രം. ഇനി 11 ആ 10ന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു 1 കൂട്ടും. 12 നമ്മൾ എന്ത് ചെയ്യും? 10ന്റെ കൂട്ടത്തിൽ 2 കൂട്ടും. ഇനി നമ്മളോട് 13 ചോദിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 10ന്റെ കൂട്ടത്തിൽ 3 കൂട്ടും. ഇനി 14 നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 10ന്റെ കൂട്ടത്തിൽ 4 കൂട്ടും. എങ്ങനെ? ഇങ്ങനെ 4 കൂട്ടും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? കൂട്ടി എഴുതിപ്പോവും. എവിടെ വരെ? 49 വരെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ശേഷം 50 മുതൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ സീരീസ് വ്യത്യാസപ്പെടും. 50നെ നമ്മൾ എന്തെന്ന് പറയും? L എന്ന് പറയും. ഇത് L ആണ് കേട്ടോ. ഇനി 100നെ നമ്മൾ C എന്ന് പറയും. 500നെ നമ്മൾ D എന്ന് പറയും. 1000നെ നമ്മൾ M എന്നും പറയും. 50 L, 100 C, 500 D, 1000 M. ഇവിടെ നോക്കിക്കേ, ഇത് നിങ്ങളോട് സാധാരണ ചോദിക്കുന്ന എവിടെയാണെന്നറിയാവോ? നിങ്ങളോടൊരു വർഷം തന്നിട്ട് അത് ഒരു റോമൻ സംഖ്യ തന്നിട്ട് ഇത് ഏത് വർഷമാണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ 2002 എന്ന് പറയുന്നത് എങ്ങനെയാണ് റോമൻ സംഖ്യയിൽ എഴുതുന്നത് എന്ന് ചോദിക്കാം. ഇല്ലേ? അങ്ങനെയൊക്കെയാണ് നമ്മളോട് സാധാരണ ഇത് ചോദിക്കാറ്. അപ്പൊ നമ്മൾ എഴുതി വെക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഇതാണ്. ബാക്കിയൊക്കെ നമുക്ക് കാണാതെ അറിയാവുന്നതാണ്. 50 L, 100 C, 500 D, 1000 M. ഇപ്പൊ നമ്മളുടെ 2002 എന്ന് പറയുന്ന ഒരു സംഖ്യ, ഒരു വർഷം, അത് റോമൻ സംഖ്യയിലേക്ക് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2000 എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ കയ്യിലില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു 1000 ആദ്യം എഴുതും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? 1000 കൂടി ഇടും. അപ്പൊ എത്രയായി? 2000 ആയി. ഇനി നമുക്ക് എത്രയാ വേണ്ടത്? 2 കൂടി. 2നെ നമുക്കറിയാം, 2 വര ഇട്ടിട്ട് ഇങ്ങനെ. ഇതാണ് റോമൻ ലെറ്ററിൽ 2002 എന്ന് എഴുതും. ഇനി നമ്മളോട് 2020 ഇപ്പൊ എത്രയാണ്? 2024 അല്ലേ? 2024 എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 2024 എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ബുക്കിൽ എഴുതിക്കേ. എന്നിട്ട് ഞാൻ എഴുതുന്നത് ശരിയാണോ എന്ന് നോക്കിക്കേ. 2024 എങ്ങനെ എഴുതുന്നത്? ആദ്യം 1000 ഇട്ടു, വീണ്ടും ഒരു 1000 ഇട്ടപ്പോ 2000 ആയി. ഇനി എന്ത് ചെയ്യണം? 20 വേണം. ഇല്ലേ? 20 വേണോ? വേണം. 20ന് നമുക്ക് ഒറ്റയടിക്ക് 20 എന്ന് എഴുതാൻ പറ്റില്ല. 2 10 ഇട്ടു 20. പിന്നെ നമുക്ക് എന്ത് വേണം? 4 വേണം. 2024. ഇനി നമ്മളോട് ചിലപ്പോ പറയാം 1900 എന്ന് എഴുതാൻ പറയാം. അല്ലേ? പുറകോട്ട് എഴുതാൻ പറയാം. 1900. അപ്പൊ നമ്മൾ നീണ്ട നിരയിൽ എന്ത് ചെയ്യും? 1000 M ഇടും. പിന്നെ 100ന്റെ C എത്ര പ്രാവശ്യം ഇടും? നമുക്ക് ഒരു 9 പ്രാവശ്യം C ഇടും. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. പക്ഷെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? പുറകോട്ട് കുറയ്ക്കാം. അതായത് നമ്മൾ 10ന്റെ ഇപ്പുറം 1 ഇട്ട് 9 ആക്കുന്നത് പോലെ ഇവിടെ നമുക്ക് ചെയ്യാം.
1900 ഇട്ടാൽ 1000ന്റെ എം ഇടാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒരു 100 ഇട്ടിട്ട് 1000 നിന്ന് കുറയ്ക്കാം. അതായത് സി എം എന്ന് പറഞ്ഞാല് എമ്മിൽ നിന്ന് 100 കുറച്ചു. അപ്പൊ എത്രയാണ്? 1000 നിന്ന് 100 കുറച്ചാൽ എത്ര കിട്ടും? 900. അങ്ങനെ 1900 എന്നെഴുതാം. ഇത് നിങ്ങൾ മറ്റേപാട് ഈ പറയുന്ന പോലെ എത്ര 9 സി ഇട്ടാലും ആ ഉത്തരം ശരിയാണ്. പക്ഷെ ഇങ്ങനെയും എഴുതാം. കാരണം ഇവിടെ നമ്മളിത് ഇങ്ങനെ 10ൽ നിന്നും 1 കുറച്ച് 9 ആയേക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുക, 1000 നിന്നും 100 കുറച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സംഖ്യ കിട്ടാം. അതുപോലെ തന്നെ 1000 നിന്ന് ഒരു എല്ലാണ് കുറയ്ക്കുന്നതെങ്കിൽ എത്ര കിട്ടും? ഇവിടെ എത്ര കിട്ടും? 1950 കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സാധനം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇത് 12 വരെയും പഠിച്ചിരിക്കണം. ഓക്കെ. 50 L, 100 C, 500 D, 1000 M. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ അടുത്തതിലേക്ക് പോവാം. മായ്ക്കാൻ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അടുത്ത ഇതുപോലെ തന്നെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട മറ്റൊരു സാധനമാണ്. നിങ്ങൾ നിങ്ങളുടെ ചോദ്യ പേപ്പറുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനൊന്ന് എഴുതാം. ഒരു ചോദ്യം ആദ്യം എഴുതാം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. 6 + 3 + 8 - 250 × 10 / 2 + 100 = എത്ര? 6 + 3 - 250 × 10/2 + 100 എത്ര? ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മളോട് എപ്പോഴും നമ്മുടെ ഭാഗത്ത് നമ്മുടെ പരീക്ഷാ ചോദ്യ പേപ്പറിന്റെ അകത്ത് ഉറപ്പായിട്ടും ഇങ്ങനത്തെ ഒരുത്തരം നീളം ഇല്ലെങ്കിലും ചിലപ്പോൾ നീളം കൂടാം, ചിലപ്പോൾ നീളം കുറയാം, ചിലപ്പം കൂടാം, എങ്ങനെ വേണം വരാം. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യും? വരും. ഇവിടെ നമ്മൾ പാലിക്കേണ്ട ഒരു റൂളുണ്ട്, ബോട്ട് മാസ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ സംഖ്യകളാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പാലിക്കേണ്ടതാണ് ബോട്ട് മാസ്. ഇതിൻ്റെ അകത്തെ ഓരോന്നോരോന്ന് എഴുതി വെച്ചു. ആദ്യത്തെ 2 എണ്ണം ബ്രാക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിൽ കിടക്കുന്നത് ആദ്യം ചെയ്യുക. ഇതെന്താണ്? ബ്രാക്കറ്റ്. ബ്രാക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. രണ്ടാമത് ഡിവിഷൻ. ഡിവിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈഡഡ് ബൈ. ഹരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം എന്ത് ചെയ്യണം? ഹരിക്കണം. ഇനി മൾട്ടിപ്ലൈ. മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണിക്കാൻ ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം ഗുണിക്കണം. അടുത്തത് അഡീഷൻ. അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടുക. കൂട്ടാൻ വല്ലതും ഉണ്ടെങ്കിൽ കൂട്ടണം. അവസാനം സബ്സ്ട്രാക്ഷൻ. സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കുറയ്ക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ കുറയ്ക്കണം. ഭൂമിയുടെ സ്പന്ദനം തന്നെ കണക്കിലാന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ കുറയ്ക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ ഏറ്റവും അവസാനം വേണം കുറയ്ക്കാൻ. ഇല്ലെങ്കിൽ എല്ലാം കൂടെ തെറ്റി പണ്ടാരടങ്ങി പോകും. ആദ്യം ബ്രാക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിലുള്ളതിനെ ഒഴിവാക്കുക. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. റൂൾ എഴുതി വെച്ചോ. ഇങ്ങനത്തെ ഒരു സാധനം ആദ്യം തന്നെ ഇത് കൂട്ടൊരു ചോദ്യം ഉണ്ടെങ്കിൽ ആ ചോദ്യത്തിന്റെ മേളിൽ എഴുതി വെക്കണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? അടുത്ത പയറ്റ് പയറ്റാൻ പോവാൻ. എങ്ങനെ? ബോട്ട് മാസ് എന്നിങ്ങനെ എഴുതി വെക്കണം. എന്നെ മോനെ? ലാസ്റ്റ് പറഞ്ഞത് സബ്സ്ട്രാക്ഷൻ കുറയ്ക്കുക. ഏറ്റവും അവസാനം വേണം കുറയ്ക്കാൻ. ഇവിടെ
നോക്കിക്കേ, നമ്മളെ റൂൾ അനുസരിച്ചിട്ട് ഇവിടെ ബ്രാക്കറ്റിൽ ഒരു സാധനവും ഇല്ല. അപ്പൊ പിന്നെ നമുക്ക് ബ്രാക്കറ്റിനെ പരിഗണിക്കേണ്ട കാര്യമില്ല. അടുത്ത ഡിവിഷൻ ഉണ്ടല്ലേ, നമുക്കിവിടെ ഡിവിഷൻ ഉണ്ട്. 10/2 ഡിവിഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ അങ്ങ് എഴുതണേ. 6 + 3 + 8 - 250 ഇൻറ്റു 10/2. നമുക്കറിയാം 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5 + 100. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? മൾട്ടിപ്ലിക്കേഷൻ. എവിടെയെങ്കിലും ഗുണിക്കാനുണ്ടോടാ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ ഗുണിക്കണം. 6 + 3 + 8 - 250 ഇൻറ്റു 5. 250 ഇൻറ്റു 5 എത്രയാ മക്കളെ? 1250. 1250 + 100. അടുത്ത സ്റ്റെപ്പ് അഡീഷൻ. കൂട്ടാൻ വല്ലതും ഉണ്ടോ മക്കളെ? 6 + 3 എത്രയാണ്? 9. 9 + 8 9 8 17. 9 8 17 മൈനസ് 1250 ഇൻറ്റു 100. സോറി, 1250 + 100 1350. 1350. ഏറ്റവും അവസാന ഘട്ടത്തിലെത്തി. 1350 മൈനസ് 17. കുറച്ചു 17 പോയാ 3. 4ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 3 താഴേക്ക് ഇറക്കി എഴുതി. സോറി, പിന്നെ 1 താഴേക്ക് ഇറക്കി എഴുതി. ഉത്തരം നമുക്ക് എത്ര കിട്ടും? 1333. ഇത്രയും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നരക വേദന അനുഭവിക്കും. എന്ത്? അങ്ങോട്ടും കൂട്ടി ഇങ്ങോട്ടും കൂട്ടി, ഇത് കുറയുന്നുമില്ല കൂടുന്നുമില്ല, ഇതെല്ലാം കാണും. ഇത് എങ്ങനെ നോക്കിയാലും കൂട്ടുന്നതും കുറയ്ക്കുന്നതും എല്ലാം നമ്മുടെ ഓപ്ഷൻസിന്റെ അകത്ത് കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ കിടന്ന് മെഴുകി വാരി തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ഓച്ചപ്പാടും ബേളം ഉണ്ടാക്കി കുറെ എണ്ണം തല ഇറങ്ങി വീണ് ആകെ ടെൻഷനായി, കുറെ സമയവും പോയി. അവിടെ കുറെ വണ്ടും വരേണ്ടിയും മറ്റെല്ലാം എല്ലാം വലിച്ചും വെച്ച് അങ്ങനെ സമയം കളയേണ്ട കാര്യമില്ല. ബോട്ട്മാസ് റൂൾ ഇവിടെ പാലിച്ചാൽ മതി. ചിലപ്പോ നിങ്ങൾക്ക് 2 3 എണ്ണോ ഒക്കെ തരുള്ളൂ. കൂട്ടാനും കുറയ്ക്കാനും കുടിക്കാനും മാത്രം ഉണ്ടാവും. പക്ഷെ എല്ലാം ഈ ഒരു ശ്രേണിയിൽ കാണും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അതിനെ ക്രിയ ചെയ്യുക. ബ്രാക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പുറത്താക്കുക. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. ക്ലിയർ ആണോ? സാർ ഒന്ന് ബ്രാക്കറ്റിലുള്ളത് ഒരു കണക്ക് തരുമോ? ബ്രാക്കറ്റിലുള്ളത് ഒരു കണക്ക് തരാലോ. അതിനിപ്പോ എന്നാ കുഴപ്പം? എഴുതിയിട്ടുണ്ട് ഇവിടെ. 25 + 10 - 7 × 5 / 2. ഇതിലതും ബ്രാക്കറ്റ് ഉണ്ട് ഇല്ലേ? ഉണ്ടോ? ബ്രാക്കറ്റ് ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. നമ്മൾ ഓരോ നമ്മുടെ സ്റ്റെപ്പായിട്ട് ചെയ്തു. 25 പ്ലസ് ആദ്യം ബ്രാക്കറ്റ് ഒഴിവാക്കണം. 10 മൈനസ് ബ്രാക്കറ്റിന്റെ അകത്തുള്ളത് ക്രിയ ചെയ്യുക. 7 × 5 7 × 5 35/2. അടുത്തത് നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? ബ്രാക്കറ്റിലെ കഴിഞ്ഞാൽ പിന്നെ ഡിവിഷൻ. 35/2 ഇവിടെ ഉണ്ട്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എഴുതുക. 25 - 10 മൈനസ് 35/2. 35/2 എന്ന് പറയുമ്പോ എത്രയാ? 17.5 5 5 30 17.5 വരും. 17.5 വരും. ഇനി നമുക്ക് എന്തോ? സോറി ഇവിടെ പ്ലസ് ആണ്. സോറി, ഞാൻ എഴുതിയപ്പോ മാറിപ്പോയതാ. 25 + 10 - 17.5. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് എഴുതുമ്പോൾ അടുത്ത പറഞ്ഞേക്ക് എന്താണ്? അഡീഷൻ വല്ലതും ഉണ്ടെങ്കിൽ അഡീഷൻ. 25 × 10 = 35 മൈനസ്
17.5. 35 നിന്ന് 17.5 പോയാൽ 17.5. കിട്ടിയില്ലേ? കിട്ടി. ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ റൂള് കൃത്യമായിട്ടും എന്ത് ചെയ്യണം? മൈക്ക് ഓഫ് ആക്കി. എന്തോ ഒരു പ്രോബ്ലം കൂടി തരുമോ? ഒരു പ്രോബ്ലം നിങ്ങൾ ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു 5 or 6 ഒക്കെ എഴുതി അങ്ങ് ചെയ്താൽ മതി. സംഭവം എനിക്ക് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് ചെയ്യേണ്ട രീതി, അതായത് ഈ പറയുന്ന റൂള് കൃത്യം നിങ്ങൾ എന്ത് ചെയ്യുക? പാലിക്കുക. അത്രയോ. ഇനി വേണമെങ്കിൽ ടീച്ചർ ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ടീച്ചർ നമ്മളോട് ചോദിച്ചിട്ട് ഈ പാതിരാത്രിക്ക് ഒരു ചോദ്യം ചോദിച്ചാലേ ഇനിയിപ്പം നമുക്കത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഒരു സങ്കടമായാലോ. ഓരോടെ നമുക്ക് ചെയ്തിട്ട് പോകാം. എന്താണ്? ചെയ്യാം. ചെയ്തു നോക്കൂ. ഷീജ യേശുദാസ് മൈക്ക് ഓഫ് ആക്കി വെക്കുക. നമ്മളെ ഷീജെ മൈക്ക് ഓഫ് അല്ലല്ലോ, ഞാൻ പുറത്താക്കണോ? ഓഫ് ആക്കണം മിസ്റ്റർ ഷീജ. ഞാൻ ഈ പഞ്ചായത്തിൽ ഇല്ലെന്നോ? കേട്ടില്ല? എനിക്ക് അറിയത്തില്ലെന്നാണോ? എന്നാ പിന്നെ പേടിക്കണ്ട, ഞാൻ അവിടെ നിന്ന് ഓഫാക്കാം. ഓക്കെ, നോക്കിയേ. ഇവിടെ നമ്മൾ ചെയ്യണം. ബ്രാക്കറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ അടുത്തത് ഡിവിഷൻ. ഡിവിഷൻ വല്ലതും ഉണ്ടോ? ഉണ്ട്. 50/2 എഴുതാം. 250 + 50 - 50/2 എന്ന് പറയുമ്പം 25 × 5. വീണ്ടും ചെയ്യാം. അടുത്ത എന്താണ്? അഡീഷൻ. 250 + 50 300 - 25 × 5. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ. 300 - 25 × 5 എത്രയാണ്? 100. എത്രയാണ്? 125. അടുത്തത് സബ്ട്രാക്ഷൻ. 175. ഉത്തരം കിട്ടിയോ? ഓക്കെ, കിട്ടി. സമാധാനായി. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഇതിനെ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഏറെക്കുറെ നമ്മൾ എന്താണ് സംഖ്യകളുടെ ഭാഗം ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് നോക്കാനുള്ളത്? ഇനി നമുക്ക് സംഖ്യകൾക്കകത്തുള്ളത് ആകെ മൊത്തം നമുക്ക് വേണ്ടത് ഒരേ ഒരു സാധനം മാത്രമാണ്. അത് നമ്മുടെ ഭിന്നസംഖ്യകളാണ്. ഭിന്നസംഖ്യകൾ നമ്മൾ അടുത്ത ദിവസം പഠിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത ദിവസത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് വരാം. എന്നിട്ട് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ, നാളത്തെ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഭിന്നസംഖ്യകളെ കുറിച്ച് പഠിക്കാം. അപ്പൊ ആരും പോവരുത്. 1-2 പേര് നിങ്ങളുടെ മൈക്ക് എനിക്കൊന്ന് ഓണാക്കി തരണം. എന്നിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് എങ്ങനെയുണ്ട്, പ്രയോജനപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് പറയണം. ഇങ്ങനെ ഞാൻ എടുത്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് നിങ്ങൾക്ക് ഒരു 4 മാർക്കിനുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 4 മാർക്കിന് നിങ്ങൾക്ക് കിട്ടാനുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. അപ്പൊ ഇങ്ങനെ പോയാൽ മതിയോ? ഓക്കെ, കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ശരി. ഇതുവരെ നമ്മുടെ വിദ്യാവീതിയിലെ ക്ലാസ്സുകൾ കൂടാത്ത ആരെങ്കിലും ഉണ്ടോ? ആദ്യമായിട്ട് വിദ്യാവീതി പങ്കെടുക്കുന്ന ആരെങ്കിലും? ആരാ? ആളൊന്ന് മൈക്ക് ഓൺ ആക്കി. അമീന അല്ലേ? എങ്ങനെയുണ്ട് ടീച്ചറെ? ടീച്ചർ ഇതിനു മുമ്പ് എവിടെയാ ഇത് പഠിച്ചുകൊണ്ടിരുന്നേ? ഞാന് ഇതിനു മുമ്പ് കോച്ചിങ്ങിന് പോയായിരുന്നു.
ഓക്കെ, എന്നാ എവിടെയെങ്കിലും ആയിക്കോട്ടെ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് സാറേ. ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടിയോ? ഉണ്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, വളരെ നല്ല ക്ലാസ്. ഓക്കെ. അപ്പൊ സന്തോഷം. മെനക്കെട്ടതിന് നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടട്ടെ. നിങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ എഴുതി സ്വയം ചെയ്തു നോക്കുക. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു സാർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു. എല്ലാവരും പൊക്കോ. താങ്ക് യു സർ. സ്കൂൾ വിട്ടു ബാഗ് എടുത്ത് എല്ലാവരും വീട്ടിൽ പൊക്കോ.